ഫസ്റ്റ് ബർത്ത്ഡേ സെലിബ്രേഷൻസ് എപ്പോഴും വളരെ വളരെ സ്പെഷ്യലാണ്. സോ നമുക്കൊരു ബർത്ത്ഡേ കൂടിയാലോ? ആരുടെ ആണെന്നല്ലേ പറഞ്ഞു വരുമ്പോൾ എൻ്റെ ലിറ്റിൽ ബോസായിട്ട് വരും. എൻ്റെ ബോസിൻ്റെ ഇളയ മോൻ്റെ ബർത്ത്ഡേ ആണ് നമ്മളിന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്കൊന്ന് ബർത്ത്ഡേ ബോയെ കണ്ടാലോ? ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ബോയ്, യുവരാജ് നിഖിൽ ജയ്സിംഗാണി. ബർത്ത്ഡേ ബോയിയെ വിഷൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ പാനിപ്പൂരി കണ്ടത്. പാനിപ്പൂരി എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. അങ്ങനെ ഞാനും കുട്ടൻചേട്ടനും അമ്മയും തക്കുവും കൂടെ ഒരു 2-3 പാനിപ്പൂരിയും കഴിച്ചു, കുറച്ച് സ്റ്റാർട്ടേഴ്സും കഴിച്ചു. ബർത്ത്ഡേ പാർട്ടീസൊക്കെ കുറച്ചും കൂടെ കളർഫുൾ ആവുന്നത് എപ്പോഴാണെന്നറിയാമോ? ആ പാർട്ടീസിനകത്തിൽ നമ്മൾ കുറച്ച് ഗെയിംസ്, അത് അഡൽട്സിനുള്ള ഗെയിംസും കിഡ്സിനുള്ള ഗെയിംസും പിന്നെ കുറച്ച് ഡാൻസ് പെർഫോമൻസും, ചുരുക്കത്തിൽ പറഞ്ഞാൽ അങ്ങോട്ട് അടിച്ച് പൊളിക്കുക. ഞാൻ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുവാണ്. നമ്മൾ ഓഫീസിലിരിക്കുമ്പോൾ നമ്മുടെ ബോസിനോട് നമ്മൾ റെസ്പെക്റ്റ്ഫുള്ളായിട്ടാണ് ഓരോ കാര്യങ്ങളും അല്ലെങ്കിൽ ഈവൻ എവറി സെക്കൻഡ്സും നമ്മൾ സംസാരിക്കുന്നതും എല്ലാം. ഈവൻ പ്രൊഫഷണലായിട്ട് ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പം അതേ സാറിൻ്റെ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ ഈവൻ നമ്മൾ കൂടെ നിൽക്കുന്ന ഒരു കൊളീഗാണ് അല്ലെങ്കിൽ നമ്മൾ സാറിൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയിയാണ്, അങ്ങനെയല്ല. ഇറ്റ്സ് ലൈക്ക് എ ഫാമിലി. എനിക്ക് എക്സ്പീരിയൻസ് ചെയ്ത ഒരു കാര്യമാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്തത്. ഇതിൻ്റെ ഇടയ്ക്ക് കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയും അടിച്ചു പൊളിക്കാനുള്ള സമയമാണ്. ചുവടുകളൊക്കെ പിഴയ്ക്കാതിരിക്കാൻ ഞാനും ശ്രദ്ധിച്ചായിരുന്നു. 1-2 സ്റ്റെപ്പൊക്കെ ഞാനും ഇട്ടു. മങ്ങവറി ചെളിക്കുത്ത്. എൻ്റെ ചുവടുകൾ മാത്രമല്ല, എല്ലാവരുടെയും ചുവടുകൾ ഞാൻ എൻ്റെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. എല്ലാവരും നല്ല അസ്സൽ ടാലൻറ്റഡ് ആൾക്കാരാണ്. ഇനിയും ബർത്ത്ഡേ പാർട്ടിയുടെ ബെസ്റ്റ് ഇമോഷണൽ മൊമെൻ്റാണ്. അതായത് യുവരാജിൻ്റെ 1 ഇയർ വരെയുള്ള ബ്യൂട്ടിഫുൾ ജേർണി, ദ ബ്യൂട്ടിഫുൾ ഫോട്ടോസ് ആ വീഡിയോസിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള ഫോട്ടോസ് നമ്മളുടെ മക്കളുടെ നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടില്ലേ? ആ ഒരു വീഡിയോസും ഫോട്ടോസും ഒക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് എന്ത് ഫീലാണ് മനസ്സിൽ വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ഈ ഫോട്ടോസ് കണ്ടപ്പോഴും എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് തോന്നി, ഭയങ്കര ഒരു വല്ലാത്തൊരു ഇമോഷൻ തോന്നി. ആൻഡ് ഇറ്റ് വാസ് ഓസം. എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് വിശപ്പ് വന്ന് ക്ഷീണിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് പാർട്ടിയൊക്കെ എൻജോയ് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക്. ടാറ്റ ബൈ ബൈ, സീ യു, ഗുഡ് നൈറ്റ്.